ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു വിവാഹ ആൽബം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് 41 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും വിവാഹത്തിൻ്റെ ആൽബമാണ് കാണിക്കാൻ പോകുന്നത്. അത് ഞാനല്ല, അവർ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ കാണിക്കുന്നു എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കല്യാണത്തിന് ആൽബം കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ എന്നാ പറയുന്നതിന് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ ഷൈയൊക്കെ ഉണ്ട്. എനിക്കും ഉണ്ട് അതുപോലെ. ഇതൊക്കെ തന്നെ അവർക്ക് എന്നേക്കാൾ ഇച്ചിരി കൂടുതലാണ്. എനിക്കും അത്രയും ആയിട്ടില്ല, എന്നാലും എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് നമുക്ക് കാണാം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. എനിക്കും ഉണ്ട് കേട്ടോ തപ്പൽ. സ്റ്റാർട്ടിങ് ട്രബിളാണ്, ഫുള്ള് സ്റ്റാർട്ടിങ് ട്രബിൾ. 42 വർഷം മുമ്പുള്ള ഞങ്ങളുടെ വിവാഹ ആൽബം കാണുവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. 1986 ഡിസംബർ 27 ഞങ്ങളുടെ വിവാഹ ദിനത്തിൻ്റെ ഫോട്ടോ. ഇതെൻ്റെ പപ്പായുടെയും മമ്മിയുടെയും കല്യാണത്തിൻ്റെ ഫോട്ടോസാണ്. ഇതവർ കല്യാണം കഴിഞ്ഞിട്ട് പള്ളിയുടെ പുറത്ത് വെച്ച് എടുത്ത ഫോട്ടോ. 1984 ഡിസംബർ 27 അവരുടെ കല്യാണം നടന്നത്. ഇത് താലി കെട്ടുന്നത്. ഇത് ഈ ഫോട്ടോ എൻ്റെ പപ്പ മമ്മീനെ താലി കെട്ടുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാണ്. അതിന് ശേഷമുള്ള ഫോട്ടോ. ഇത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരുടെയും സിംഗിളായിട്ടുള്ള ഫോട്ടോ നിർത്തിയെടുത്തിട്ട് രണ്ടും കൂടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഫോട്ടോയാണ്. ഈ ഫോട്ടോ എൻ്റെ പപ്പായുടെ കല്യാണത്തിന് തലേദിവസം ചന്തം ചാർത്തുന്ന അവൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്ത ഫോട്ടോയാണിത്. കണ്ണട വച്ചിരിക്കുന്നത് പപ്പയുടെ പെങ്ങളുടെ ഭർത്താവാണ്. ഞങ്ങളുടെ ഇതുപോലെ ക്നാനായക്കാരുടെ പരിപാടിയിൽ ചന്തം ചാർത്തെന്ന് പറഞ്ഞ സമയത്ത് ചെറുക്കൻ്റെ കൂടെ ഇരിക്കുന്നത് അളിയനാണ് ഇരിക്കുന്നത്. ചന്തം ചാർത്തുന്ന പരിപാടിക്ക് അളിയൻ, എൻ്റെ അളിയൻ ചന്തം ചാർത്തുന്നു. ചന്തം ചാർത്തൻ്റെ തന്നെ വേറൊരു ഫോട്ടോ. ഇത് ആൻറ്റി, പപ്പയുടെ പെങ്ങളാണ് ആൻറ്റി. ചന്തം ചാർത്തിന് വേണ്ടിയിട്ട് പാച്ചോറ് എടുക്കാൻ വേണ്ടി പോകുന്നു. മൂത്ത പെങ്ങള് ചന്തം ചാർത്തൻ്റെ ചടങ്ങ്. ഈ ഫോട്ടോ ചന്തം ചാർത്തൻ്റെ തന്നെ വീട്ടിലെ മൂത്ത കാർന്നൂര് ചെറുക്കന് മധുരം കൊടുക്കുന്ന ഫോട്ടോയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതെല്ലാം കല്യാണത്തിന് തലേദിവസമുള്ള ഫോട്ടോയാട്ടോ. കാർന്നവർ മധുരം നൽകുന്നത്. അപ്പൻ. ഈ ഫോട്ടോയിൽ എൻ്റെ വല്യപ്പൻ എൻ്റെ അപ്പന് മധുരം കൊടുക്കുന്ന ഫോട്ടോയെ കാണിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിൻ്റെ തലേദിവസമുള്ള ഫോട്ടോ. മധുരം നൽകുന്നത്. അമ്മ മധുരം. ഇതെൻ്റെ വല്യമ്മ അപ്പന് മധുരം കൊടുക്കുന്ന ഫോട്ടോ. മധുരം കൊടുക്കുന്ന ഫോട്ടോ നൽകുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നത് എൻ്റെ പപ്പായുടെ രണ്ടാമത്തെ ചേച്ചി തലേദിവസം, കല്യാണത്തിൻ്റെ തലേദിവസം മധുരം കൊടുക്കുന്നത്. പെങ്ങൾ മധുരം നൽകുന്നത്. ഫോട്ടോയിൽ പപ്പയുടെ മൂന്നാമത്തെ ചേച്ചി മധുരം കൊടുക്കുന്ന ഫോട്ടോ. പപ്പായ്ക്ക് 3 ചേച്ചിമാരാണ്. മൂന്നാമത്തെ ചേച്ചിയാണ് ഈ ചേച്ചി. ഇത് ആൻറ്റി. വീണ്ടും പെങ്ങളും മധുരം നൽകുന്നത്. ഫോട്ടോയിലെ ആദ്യത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഷർട്ടിട്ട് റെഡി ആവാൻ പോകുന്ന ഫോട്ടോ. രണ്ടാമത്തേൽ പപ്പയുടെ മൂന്നാമത്തെ ചേച്ചി ഷർട്ടിൻ്റെ ബട്ടൺസ്, അന്ന് സഫാരി സൂട്ടായിരുന്നു കേട്ടോ കല്യാണത്തിന് ചെറുക്കനിട്ടത്. എൻ്റെ പപ്പ ഇട്ടത് സഫാരി സൂട്ടാണ്. അതിൻ്റെ ബട്ടൺസ് എല്ലാം പപ്പയുടെ മൂന്നാമത്തെ ചേച്ചിയുടെ മൂന്നാമത്തെ ചേച്ചിയുടെ ഭർത്താവ് ഇട്ട് കൊടുക്കും. അളിയൻ കല്യാണത്തിന് എന്നെ ഒരുക്കുന്നത് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വീട്ടിൽ വെച്ച് എൻ്റെ വല്യപ്പൻ്റെയും വല്യമ്മയുടെയും കൂടെ പപ്പ നിന്ന് ഫോട്ടോ എടുത്ത്. അതിനുശേഷം പുറപ്പെടാൻ നേരത്തുള്ള ഫോട്ടോ. കാർന്നവർ
വീട്ടിലെ മൂത്ത കാരണവർ, അതായത് എൻ്റെ വല്യപ്പൻ്റെ ചേട്ടൻ കല്യാണത്തിന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അനുഗ്രഹം കൊടുക്കുന്ന സെക്ഷനാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അനുഗ്രഹിക്കുന്നത്. വീട്ടിലെ മൂത്ത കാരണവർ, അതായത് എൻ്റെ വല്യപ്പൻ്റെ ചേട്ടൻ കല്യാണത്തിന് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അനുഗ്രഹം കൊടുക്കുന്ന സെക്ഷനാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് അപ്പൻ്റെ ചേട്ടൻ അനുഗ്രഹിക്കുന്നത്. ഇത് കല്യാണത്തിന് പോകുന്നതിന് മുന്നേ അപ്പൻ അനുഗ്രഹിക്കുന്നതും അമ്മ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഫോട്ടോസ്. അപ്പൻ അനുഗ്രഹിക്കുന്നത്, അമ്മ അനുഗ്രഹിക്കുന്നത്. ഫോട്ടോയിലെ പപ്പയുടെ 3 ചേച്ചിമാർ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വിളക്ക് പിടിച്ച് പുറത്തേക്ക് ആനയിച്ച് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആനയിക്കുന്നത്. കല്യാണത്തിന് പുറപ്പെടുന്നത്, കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് കാറിൽ കയറുന്ന ഫോട്ടോ എടുത്ത് പുറപ്പെടുന്നത്, കാറിലേക്ക് കയറുന്നത്, താലി കെട്ടാൻ വേണ്ടി പള്ളിക്കകത്തേക്ക് കയറുന്ന സമയത്ത് എടുത്ത ഫോട്ടോസ്. കല്യാണത്തിന് ശേഷം കല്യാണത്തിന് വേണ്ടി പള്ളിയിൽ പ്രവേശിക്കുന്നു. പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിച്ചോളാമെന്ന് പള്ളിയിലേക്കകത്ത് നിന്നുകൊണ്ട് അച്ഛന് വാഗ്ദാനം കൊടുക്കുന്നത്, ബൈബിൾ തൊട്ട് വാഗ്ദാനം ചെയ്യുന്നത്, രണ്ടുപേരും കൈപിടിച്ച്. ചടങ്ങുകൾ, വാഴ്ത്തുന്നു, മന്ത്രകോടി വാഴ്ത്തുന്നു. ഇത് പപ്പ മമ്മിയെ താലി കെട്ടുന്ന ഫോട്ടോ. ഇതിൻ്റെ പകുതിയെല്ലാം നടുക്ക് വശമെല്ലാം പോയി കിടക്കും കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ ആണല്ലോ. താലി കെട്ടുന്നത്. ഈ ഫോട്ടോ പപ്പയെ മമ്മിക്ക് കൊടുത്ത മന്ത്രകോടിയാണ്. ഇത് ചുവന്ന കളർ, റെഡ് കളറുള്ള സാരി കേട്ടോ. റെഡ് കളറാണ് സാരിയുടെ. സാരി പുതപ്പിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് വീണ്ടും പള്ളിയിൽ രണ്ടുപേരും നിന്ന് ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യുന്നത്, ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിച്ചോളാമെന്നും പറഞ്ഞ് സത്യം ചെയ്യുന്നത്. സത്യം ചെയ്യുന്നത്, വാഗ്ദാനം ചെയ്യുന്നത്. മന്ത്രകോടി കൊടുത്തു കഴിയുമ്പം അത് ബൊക്കയുടെ മാറ്റിയിട്ട് കയ്യിലോട്ട് മന്ത്രകോടി ഇട്ട് കൊടുക്കുന്നു പെങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് കുർബാനയ്ക്ക് ഇടയ്ക്ക് തന്നെ ഇതുപോലെ വിശുദ്ധ കുർബാന അച്ഛൻ അവർക്ക് രണ്ടുപേർക്കും പപ്പായ്ക്കും മമ്മിക്കും കുർബാന കൊടുക്കുന്നത്. പെങ്ങൾ സാരി ഇടിക്കുന്നത്, അച്ഛൻ കുർബാന നൽകുന്നത്. കല്യാണത്തിന് ശേഷം അച്ഛന്മാർ, ഈ 3 അച്ഛന്മാർ കൂടിയാണ് കല്യാണം കഴിപ്പിച്ച്. അപ്പം 3 അച്ഛന്മാരുടെയും കൂടെ നിന്നുള്ള ഫോട്ടോ. വീണ്ടും അച്ഛന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത്. ഇത് പപ്പയുടെ ചാച്ചനും അമ്മയും കൂടെ നിന്നുള്ള ഫോട്ടോ. അത് പകുതി പോയി കിടക്കുക. പുറത്തേക്ക് ഇറങ്ങും, അപ്പനും അമ്മയുടെയും കൂടെ. വല്യപ്പൻ്റെ ചേട്ടനും ഭാര്യയും അവരുടെ കൂടെ പപ്പായും മമ്മിയും കല്യാണം കഴിഞ്ഞ് നിന്ന് എടുത്ത ഫോട്ടോസ്. ഫോട്ടോ എടുക്കുന്നത്. അപ്പൻ്റെ ചേട്ടൻ്റെയും ഭാര്യയുടെയും കൂടെ ഫോട്ടോ എടുക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ വല്യമ്മയുടെ 2 ആങ്ങളമാർ, ഒരാൾ പള്ളിയിലച്ഛനും ഒരാൾ സാധാരണ ഒരാളും. അവരുടെ 2 പേരുടെയും കൂടെ നിന്നുകൊണ്ടെടുത്ത ഫോട്ടോ. അച്ഛൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോയിൽ കാണുന്നത് പപ്പയുടെ മമ്മിയുടെ കൂടെ പപ്പയുടെ 3 അളിയന്മാർ അവരുടെ ഒപ്പം കല്യാണത്തിന് ശേഷം ഫോട്ടോ എടുത്തത്. അളിയന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കുന്നത്. കാണുന്ന 3 റെഡ് കളർ സാരി ഉടുത്ത ചേച്ചിമാരാണ് എൻ്റെ പപ്പയുടെ സഹോദരിമാർ. അവരുടെ കൂടെ ഉള്ള ഫോട്ടോ. പെങ്ങന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കണം. കഴിഞ്ഞിട്ട് പള്ളിയുടെ പുറത്ത് നിന്ന് സൈഡ് വ്യൂ ആയിട്ടുള്ള ഫോട്ടോ എടുത്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്നത്. 3 സൈഡിൽ നിന്ന്, ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിൽ നിന്ന് നടുക്കുന്നത്, അങ്ങനെ 3 രീതിയിൽ ഒറ്റ ഫ്രെയിമിൽ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഫോട്ടോ. ആദ്യത്തെ ഫോട്ടോയിൽ എൻ്റെ പപ്പേനെ വാഴ പിടിക്കുന്നത് എൻ്റെ മമ്മിയുടെ അമ്മയുടെ ആങ്ങള. രണ്ടാമത് ഫോട്ടോയിൽ എൻ്റെ മമ്മിയുടെ അമ്മ, എൻ്റെ വല്യമ്മ ആണ് പപ്പായ്ക്ക് വാഴ കൊടുക്കുന്നത്.
വാഴ പിടിക്കുന്നത്, പെണ്ണിൻ്റെ അമ്മാവൻ വാഴ പിടിക്കുന്നത്, പെണ്ണിൻ്റെ അമ്മ വാഴ പിടിക്കുന്നത്. എല്ലാവരും സഹകരിച്ചതിന്, ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.